അമ്മാ എന്താ അമ്മ എന്തമ്മ രാവിലെ തന്നെ ചൂടാവണത്? ഓ ചൂടാവാണ്ടിരിക്കണേ എങ്ങനെയാ? വെളുപ്പാങ്കാലത്ത് എണീറ്റതാ, ഒരു പണിയും കഴിഞ്ഞിട്ടുമില്ല. 7 ആകുമ്പോഴേ MD ഫോണിലേക്ക് വിളിക്കും. ആ മീറ്റിങ്ങിൽ പറയാൻ പറ്റാത്ത എന്തോ എമർജൻസി കാര്യങ്ങൾ എന്നോട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ ഇപ്പൊ എത്രയും സമയം? സമയം 7:15. അയ്യോ 7:15 ഈശ്വര. അമ്മ ഇങ്ങനെ കിടന്ന് ധൃതി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, അമ്മ ഫോൺ എടുത്ത് റൂമിലോട്ട് ചെന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വന്ന് ബാക്കി പണി. ഞങ്ങള് ഒതുക്കി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വന്നിട്ട് കറി വെച്ചാൽ മതിയല്ലോ. ആ എന്തെടുക്കാൻ? എടുക്കാൻ പറ്റിയ സമയത്താണ് ഞാനിപ്പോ നിക്കണേ. നല്ല ടൈമാ ഇപ്പൊ, എടുക്കാൻ പറ്റും. മകളെ ചേട്ടൻ എടുക്കാം. ആ ഇപ്പൊ എടുപ്പിക്കുന്ന എന്നെ കൊണ്ട് അല്ലോ നോക്കാൻ. ഇനി അമ്മയ്ക്ക് വേറെ പണിയുണ്ടെന്ന് മകള് ആ ചേട്ടൻ എടുത്തേക്കാം. നിനക്ക് രാവിലെ ഞാൻ എല്ലാ ദിവസവും പാല് കാച്ചി വെക്കലുണ്ടല്ലോ, നീ കുടിക്കലുണ്ടാ? ഇന്ന് ഞാൻ പാല് കാച്ചിട്ടില്ല, അതേ ചായ മാത്രം ഇട്ടുള്ളൂ. പാല് പിന്നെ കാച്ചി തരാം. അത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ധൃതി നിൽക്കുമ്പോൾ ഇവർക്ക് സ്ഥിരമുള്ള പരിപാടിയുണ്ടല്ലോ, കുറേ ആവശ്യങ്ങൾ വരും. സാറിനാണെങ്കിലേ കമ്പനിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്. സൂക്ഷ്മ മാർക്കറ്റിംഗ് ഹെഡാണ്. അപ്പോൾ സാറ് പറയണത് ഈ സൂക്ഷ്മയുടെ വർക്കിംഗ് സ്റ്റൈലൊന്നും സാറിന് പിടിക്കണില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞു എന്നോട്. സൂക്ഷ്മയുടെ എന്തെങ്കിലും ഒരു സജഷൻ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുത്തൂല്ല. അത് ചില ആൾക്കാർ അങ്ങനെയാണ്. ആ ജോലിക്ക് കിട്ടിക്കഴിയുമ്പോൾ അഹങ്കാരം കയറും, ഈഗോ. അത് ശരിയാട്ടാ. അമ്മ നമ്മുടെ സേവാ കേന്ദ്രത്തിലുണ്ടല്ലോ മറ്റേ ഷൈനി ചേച്ചി, ഒരു കുന്തം അറിയത്തില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാ എനിക്കറിയാം അറിയത്തില്ല, സമ്മതിക്കൂല. ചില ആൾക്കാർക്ക് അങ്ങനെയാ. ഡിജിറ്റൽ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എന്തോ ഡിജിറ്റൽ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല ഏട്ടാ, അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇപ്പം MD വിളിക്കും എന്തോ മീറ്റിംഗ്. ഇതിപ്പോ അച്ഛൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടാ. ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫീസിലെ കാര്യങ്ങൾ തന്നെ നോക്കാൻ സമയമുള്ളൂ. അല്ല, ഓഫീസ് ടൈം കഴിഞ്ഞാലേ ഇവിടെ ഒരു ഓഫീസ് സമയം നോക്കാൻ അമ്മയ്ക്ക് സമയമുള്ളൂ. അതെ, മാനേജർ ആയിപ്പോയി, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ, മാനേജർ എന്ന് പറഞ്ഞ തൊഴിലേക്കേട് തന്നെയാണ്. എടാ അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. മാസം തികഞ്ഞതിന് മുമ്പ് അച്ഛൻ തന്നെ ചോദിക്കും ശമ്പളം കിട്ടിയില്ലെന്ന്. അതിന് കുഴപ്പമൊന്നുമില്ല. അത് എന്റെ അടുത്തും ചുമ്മാണെങ്കിൽ ചോദിക്കാറുണ്ട്. അച്ഛന്റെ ശമ്പളം ഒന്ന് അങ്ങോട്ട് ചോദിച്ചു നോക്കിയേ, വഴി നല്ല ചീത്ത കേൾക്കാം. എന്ത് രാവിലെ തന്നെ ഒക്കത്ത് കയറിയിരിക്കണ്? നീ നിലത്തൊന്നും നിൽക്കില്ലടി. അയ്യോ, ഇതിപ്പോ പറഞ്ഞത് തെറ്റായ. ഓ ചേച്ചി, ആ സാറ് ഇപ്പൊ വിളിക്കുവന്നേ. അമ്മ ചെല്ലുന്ന് പാലാഴ്ച കൊടുത്തോളാം അവൾക്ക്. അമ്മ ചെല്ല്. കൊടുത്തോളൂ. 10 മിനിറ്റ് ഞാനിപ്പോ. 10, 15, 20 മിനിറ്റ് എടുത്തോ, കുഴപ്പമില്ല. മക്കള് നിലത്ത് വെക്കുവാ? ബെസ്റ്റ്. കൊച്ചിന് പാലാഴ്ച കൊടുക്കും പെട്ടെന്നോട്ട്. കാച്ചിക്കൊടു കാച്ചി കൊടുറാ. ചേട്ടനല്ലേ ഇപ്പൊ അമ്മ എടുത്ത് പറഞ്ഞു ചേട്ടൻ കാച്ചി കൊടുക്കാന്ന്. ചേട്ടൻ കാച്ചി കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ, പാല് കാച്ചി കൊടുക്കാന്നല്ലേ പറഞ്ഞോളൂ. അത് നിന്നെ ഉദ്ദേശിച്ചേ. കാച്ചി കൊടുപ്പ. ഓ ഞാൻ കാച്ചി തരാം. കാച്ചി കൊടുറാ കൊച്ചിന്. വാ ചെല്ല്. ഞാൻ അങ്ങോട്ട് പോണു, നീ പാടായിരുന്നു. മോള് ഒന്ന് താഴത്തോട്ട് നിൽക്ക് കേട്ടാ. ചേട്ടൻ കുറച്ച് അർജന്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ചേട്ടന് പോയിട്ട് ഒരുപാട് തിരക്കുണ്ട്. ചേട്ടൻ വലിയൊരു ചിട്ടി കമ്പനിയുടെ മാനേജറല്ലേ. ഇതാണ് നിന്റെ കുഴപ്പം. ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരും. അപ്പോഴേക്കും കൊച്ചിന് പാലാഴ്ച കൊടുത്തില്ലെങ്കിൽ വരും അറിയും ഇല്ലേ? ഓ ശരി മാനേജറെ. ശരി ഡിജിറ്റലേ. അയ്യോ എന്തൊരു ചിരി.